ലോക സമാധാനത്തിനായി 32 കിലോമീറ്റർ കാൽനട ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്താൻ അമേരിക്കൻ മെത്രാൻ. പുതുവർഷത്തിൽ 32 കിലോമീറ്റർ നീളുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്താൻ അമേരിക്കൻ മെത്രാൻ തയ്യാറെടുക്കുന്നു. അമേരിക്കൻ സംസ്ഥാനമായ കൻസാസിലെ സലീന രൂപതയിലെ ബിഷപ്പ് ജെറാൾഡ് വിൻകെയാണ് ലോക സമാധാനത്തിനായി കാൽനട ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്താൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ജനുവരി 6-ന് ഗ്ലാസ്ഗോ നഗരത്തിലെ സെന്റ് മേരീസ് ദേവാലയത്തിൽ നിന്ന് 32 കിലോമീറ്റർ അകലെ ബെലോയിറ്റ് നഗരത്തിലെ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലേക്കാണ് ദിവ്യകാരുണ്യ പ്രദക്ഷിണം. ലോകത്തിന്റെ സമാധാനത്തിനും അമേരിക്കയിലെ എല്ലാ സമൂഹങ്ങളുടെയും കുടുംബങ്ങളുടെയും സമാധാനത്തിനുമായി പ്രാർത്ഥിക്കുവാനുള്ള അവസരമായിരിക്കും ദിവ്യകാരുണ്യവുമായുള്ള കാൽനട പ്രദക്ഷിണം. ഗീവ് കാത്തലിക് ക്യാമ്പയിനിലേക്ക് സംഭാവന നൽകാൻ ഇടവകക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഇടവകയുടെ സംരംഭത്തിന്റെ ഭാഗമായാണ് ദിവ്യകാരുണ്യ തീർത്ഥാടനം എന്ന ആശയം ഉരുത്തിരിഞ്ഞത്. ക്യാമ്പയിൻ മികച്ച വിജയമായിരുന്നുവെന്നും $320,000 സമാഹരിച്ചതായും ഇടവക പറയുന്നു. യേശുവിന്റെ യഥാർത്ഥ സാന്നിധ്യമായ ദിവ്യകാരുണ്യവുമായി വിശ്വാസികളെ കൂടുതൽ ആഴപ്പെടുത്തുവാനുള്ള US മെത്രാൻ സമിതിയുടെ ആഹ്വാനവും പരിപാടിക്ക് പ്രചോദനമായിട്ടുണ്ട്. അമേരിക്കൻ കത്തോലിക്കരിലെ 1/3 പേരാണ് ദിവ്യകാരുണ്യത്തിൽ ക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നതെന്ന് 2019 പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ പഠനത്തിൽ നിന്നും വ്യക്തമായ സാഹചര്യത്തിൽ അമേരിക്കൻ മെത്രാൻ സമിതി ദേശീയ ദിവ്യകാരുണ്യ നവീകരണ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു. വിശ്വാസവും ദിവ്യകാരുണ്യ ഭക്തിയും പ്രോത്സാഹിപ്പിക്കുവാൻ അമേരിക്കൻ മെത്രാൻ സമിതി നടത്തിവരുന്ന പരിപാടി 3 വർഷം നീണ്ടു നിൽക്കുന്നതാണ്.